1500 ആണ്ട് കഴിഞ്ഞു. അമ്പരമുറ്റത്ത് അംബുജത്തിന്റെ അഴകോടെ, അമ്പറിന്റെ ഇമ്പമോടെ ആ പൊന്നമ്പിളി ഉദയം ചെയ്തിട്ട് 1500 ആണ്ട് കഴിഞ്ഞു. വറ്റി വരണ്ട സാവാ തടാകത്തെ സാക്ഷിയാക്കി, കാബാലയത്തിലെ തകർന്നു വീണ കീഴ്മേൽ മറിഞ്ഞ ബിംബക്കൂട്ടങ്ങളെ സാക്ഷിയാക്കി, അബ്ദുള്ളയുടെയും ആമിന ബീവിയുടെയും കൺമണി ലോകത്തേക്ക് കൺ തുറന്നിട്ട് 15 നൂറ്റാണ്ടുകൾ കടന്നുപോയി. 15 നൂറ്റാണ്ടുകൾക്കിപ്പുറവും വാഴ്ത്തപ്പെടാൻ മാത്രം എന്താണ് ആ തിരുപ്പിറവിയുടെ പ്രത്യേകത എന്ന ചോദ്യമാണ് ഇന്നും ഉയർന്നു നിൽക്കുന്നത്. അതിന് ഒരേ ഒരു ഉത്തരം മാത്രം, ആ പേരിന്റെ ഉടമയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നാമം തന്നെയാണ് അതിന്റെ ഉത്തരം. ഈ പ്രപഞ്ചത്തിന്റെ അതരങ്ങളാൽ വാഴ്ത്തപ്പെടാൻ നിയുക്തമായ സുഹൃത്തത്തിന്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 6-ാം നൂറ്റാണ്ടിന്റെ കനാന്തകാരത്തിന് ദിവ്യ വെളിച്ചം പകരാൻ ഹിറയുടെ ഏകാന്തതയിൽ ജാഹിലിയ്യത്തിന്റെ കിഴക്കിലൊരു വെള്ളത്തീറ് പോലെ ഉദയം ചെയ്ത സൂര്യജ്യോതിസിന്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാവിന്റെ ഉദരത്തിലായിരിക്കെ പ്രിയപ്പെട്ട പിതാവ് വിട പറഞ്ഞു പോയപ്പോൾ 6-ാം വയസ്സിൽ അബവാഇന്റെ തെരുവീതിയിൽ അവസാനത്തെ അമ്മ മുത്തം നൽകി പൊന്നുമ്മയും ലോകത്തോട് കണ്ണടക്കുമ്പോൾ ആലംബഹീനനായി പോയ അനാഥബാലന്റെ കണ്ണുകളിൽ നിറഞ്ഞ നിഷ്കളങ്കതയുടെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന ഔസ് ഖസ്റജ് ഗോത്ര കുടിപ്പകക്ക് തിരശീല താഴ്ത്താൻ രക്തരൂക്ഷിതമായ കലാപത്തിന്റെ ചൂടിലേക്ക് പ്രവഹിച്ച തണുപ്പിന്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അറേബ്യൻ മണലാരണ്യത്തിൽ മരണത്തിലേക്ക് വലിച്ചെറിയാൻ വിധിക്കപ്പെട്ടിരുന്ന, അകാലത്തിൽ പൊലിഞ്ഞു പോകേണ്ടിയിരുന്ന 1000 അനേകായിരം പെൺജീവനുകൾക്ക് സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് ഫാത്തിമത്ത് ബിദഅത്തും മിന്നി, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന പ്രഖ്യാപനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വാത്സല്യത്തിന്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ക മുശ്രിക്കുകളുടെ പീഡനം സഹിക്കവയ്യാതെ പ്രവാചകരും മുഹാജിറുകളും മദീനയിലേക്ക് പലായനം ചെയ്യുന്നു. വെറും കൈയോടെ വന്ന മുഹാജിറുകളെ ഇരു കൈയും നീട്ടി മദീനയിലെ അൻസാറുകൾ മദീനയുടെ മാറിടത്തിലേക്ക് ആനയിച്ചിരുത്തുന്നു. ഒന്നുമില്ലാതെ വന്ന ഓരോ മുഹാജിറും മദീനയിലെ ഓരോ അൻസാറിന് കൂട്ടുകാരനായി മാറുന്നു. അവസാനം ബാക്കിയായ അലി ഇബ്നു അബീ ത്വാലിബ് കരഞ്ഞുകൊണ്ട് പ്രവാചക സവിധത്തിൽ വരുന്നു. അല്ലാഹുവിന്റെ റസൂലേ, ഓരോ മുഹാജിറിനും ഓരോ അൻസാരി കൂട്ടുകാരനായി അലി മാത്രം ബാക്കിയായി. പ്രവാചകരുടെ പ്രതികരണം, അൻത അഖീ ഫിദ് ദുനിയാ വൽ ആഖിറ, നിങ്ങൾക്ക് കൂട്ടുകാരനായി ദുനിയാവിലും ആഖിറത്തിലും ഞാനില്ലേ അലി എന്ന പ്രവാചകരുടെ പ്രഖ്യാപനത്തിലുള്ള സാന്ത്വനത്തിന്റെ സമാശ്വാസത്തിന്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ ഇസ്ലാം വളർന്ന് പന്തലിച്ചു. സർവായുധ വിഭൂഷിതരായി ജനിച്ച നാട്ടിലേക്ക് പ്രവാചകരും പ്രവാചകരുടെ പടയണിയും തിരിച്ചു പോവുകയാണ് ഫത്ഹ് മക്കയ്ക്ക് വേണ്ടി. മക്ക കീഴടക്കാൻ മക്കത്തുൽ മുകറമയിലേക്ക് കടന്നു വന്ന പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പേടിച്ചരണ്ട് നിൽക്കുന്ന മക്കയിലെ മുശ്രിക്കുകളുടെ മുഖത്ത് നോക്കിക്കൊണ്ട്, ലാ തസ്രീബ അലൈക്കുമുൽ യൗം, നിങ്ങളോട് പ്രതികാരം ചോദിക്കാൻ ഈ മുഹമ്മദിന് തീരുമാനമില്ല. ഇദ്ഹബു അൻതും മുത്ലഖാ, നിങ്ങൾ പോവുക, നിങ്ങൾ സ്വതന്ത്രനാണ് എന്ന പ്രഖ്യാപനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മാനവികതയുടെ മനുഷ്യത്വത്തിന്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു പക്ഷിക്കുഞ്ഞിനെ പിടിച്ചുകൊണ്ടുവന്ന അനുയായിയോട്, ആകാശത്തേക്ക് നോക്ക്, ആ അമ്മ പക്ഷി അതിന്റെ കുഞ്ഞിന് വേണ്ടി കരയുന്നത് കാണുന്നില്ലേ, അതിനെ അതിന്റെ അമ്മക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ സഹജീവി സ്നേഹത്തിന്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയെ മടിയിലിരുത്തി താലോലിച്ച് തുരുതുരാ ചുംബനങ്ങൾ കൊടുക്കുന്നത് കണ്ടപ്പോൾ അഖറ ഇബ്നു ഹാബിസ് എന്ന് പറയുന്ന സഹാബിവര്യൻ പറഞ്ഞു, എനിക്ക് 10 മക്കളുണ്ട്, ഒരാളെ പോലും ഇതുവരെ ഞാൻ ചുംബിച്ചിട്ടില്ലെന്ന്. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രതികരണം, മല്ലാ യർഹം ലാ യുർഹം, നിനക്ക് കരുണ കാണിക്കാൻ കഴിയില്ലെങ്കിൽ നിന്നോട് ആരും കരുണ കാണിക്കുകയില്ല എന്ന പ്രഖ്യാപനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന കാരുണ്യത്തിന്റെ ഔഷധത്തിന്റെ സിദ്ധാന്തത്തിന്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സ്നേഹിച്ചു കൊതിതീരും മുമ്പേ വിട പറഞ്ഞു പോയ ഇബ്രാഹിം എന്ന കുഞ്ഞുമോന്റെ ചേതനേറ്റ ശരീരം നോക്കി വിലപിച്ചുകൊണ്ട്, ഇന്നാ അലാ ഫിറാഖിക ലമഹ്സൂനുൻ,
പൊന്നുമോനെ, നീ അകാലത്തിൽ പൊലിഞ്ഞു പോയത് കാരണം ഈ പിതാവ് സങ്കടത്തിലാണെന്ന് പറഞ്ഞ് ധാരധാരയായ ആ കണ്ണിൽ നിന്ന് ഉതിർന്നു വീണ സങ്കടത്തിൽ നിഴലിക്കുന്ന വാത്സല്യത്തിന്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാലങ്ങളോളം തങ്ങൾക്ക് കൂട്ടാളിയായി കുടയായി തണിയായി തുണയായി തണലായി കൂടെ നടന്ന ഖദീജ ബീവി ലോകത്തോട് വിട പറഞ്ഞു. കാലങ്ങൾ കഴിഞ്ഞിട്ടും ആ സങ്കടം മാഞ്ഞു പോകാതെ, ആ നഷ്ടം നികത്താനാകാതെ പ്രവാചകർ പറയുന്നുണ്ടായിരുന്നു, മാ അബ്ദലനി അല്ലാഹു ഖൈറൻ മിൻഹാ, എന്റെ പൊന്നു ഖദീജയേക്കാൾ പ്രിയങ്കരമായതൊന്നും പടച്ചറപ്പെനിക്ക് നൽകിയിട്ടില്ല എന്ന വാക്കുകളിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രണയത്തിന്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഉഹദ് യുദ്ധത്തിന്റെ രണഭൂമിയിൽ പ്രവാചകരുടെ മുൻപല്ല് പൊട്ടിയതറിഞ്ഞപ്പോൾ എനിക്ക് മുൻപല്ല് വേണ്ടെന്ന് പറഞ്ഞത് പൊട്ടിച്ചു കളഞ്ഞ ഉവൈസുൽ ഖറനിയുടെ ഹൃദയക്കൊട്ടാരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അനുരാഗത്തിന്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവസാനമാ ലോകപ്രവാചകർ ലോകത്തോട് കണ്ണടക്കുന്ന സമയത്ത് പ്രവാചകരില്ലാത്ത മദീനയിലേക്ക് വരാൻ ഈ ബിലാലിന് കഴിയില്ലെന്ന് പറഞ്ഞ് ഷാമിലേക്ക് പലായനം ചെയ്ത് അവസാനം സ്വഹാബത്തിന്റെ നിർബന്ധത്താൽ മദീനയിലേക്ക് തിരിച്ചു വന്ന് ഒരിക്കൽ കൂടെ ആ ബാങ്കുലി ഞങ്ങൾക്ക് കേൾക്കണമെന്ന് പറഞ്ഞപ്പോൾ മനസ്സില്ലാ മനസ്സോടെ പ്രവാചകരില്ലാത്ത മദീന പള്ളിയുടെ മിഹ്റാബിലേക്ക് കയറി നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹി എന്ന് പൂർത്തിയാക്കാൻ കഴിയാതെ ബോധരഹിതനായി മോഹലാസ്യപ്പെട്ടു വീണ ബിലാലിന്റെ ഹൃദയദ്വാരങ്ങളിൽ അനുരാഗ കൊട്ടാരത്തിൽ നിറഞ്ഞു നിൽക്കുന്ന അഭിലാഷത്തിന്റെ പേരാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രണയമാണ് നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കേണ്ടത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവസാനമായ ഒരു കാര്യം കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഒഴിവ് കിട്ടുകയാണെങ്കിൽ നബിദിനത്തിന്റെ തലേന്ന് രാത്രി നിങ്ങളൊന്ന് യാത്ര പോകണം നമ്മുടെ തെരുവീതികളിലൂടെ. നിങ്ങൾക്ക് കാണാം ഉറക്കൊഴിച്ച് തോരണങ്ങളായി അലങ്കാരങ്ങളായി കഴിഞ്ഞുകൂടുന്ന നമ്മുടെ നാട്ടിലെ ചെറുപ്പക്കാരെ. നമ്മുടെ പള്ളികളിലെ ജമാഅത്തുകളിൽ ഒരു പക്ഷേ ആ ചെറുപ്പക്കാരെ കണ്ടുകൊള്ളണമെന്നില്ല, പ്രഭാഷണ സദസ്സുകളിൽ അവരെ കണ്ടുകൊള്ളണമെന്നില്ല. പക്ഷേ വർഷത്തിലൊരിക്കൽ അവർ സജീവമാകും, അവർ രാത്രി ഹയാത്താക്കും. അത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ച ദിവസമാണ്. ആ പ്രണയം കൊണ്ട് അവർ രക്ഷപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഒരു അനുരാഗം നമ്മുടെ ഹൃദയത്തിൽ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.